എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ അവസാനം കണ്ടത് മണിമാളികയിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ സുരയുടെ അടുത്തേക്ക് ജീവ ഓടി വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സുര ഇങ്ങനെ അനക്കമില്ലാതെ കിടക്കുവാണ്. സുരയുടെ കൈയൊക്കെ തണുത്ത് മരച്ചിരിക്കുമായിരുന്നു. ഈ സമയം ജീവ വന്നിട്ട് സുരയുടെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് ലീല പറഞ്ഞു, മോനെ ജീവ, നീ സുരേനെ ഒന്ന് വിളിക്കുക. നിനക്ക് മാത്രമേ ഇനി അവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. നീ വിളിച്ചാലും അവൻ കണ്ണു തുറക്കോളൂ എന്ന് പറയാ. പക്ഷെ ജീവ വിളിക്കുന്നില്ല, അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം ജീവയുടെ അച്ഛൻ പറഞ്ഞു, മോനെ നീ ഒന്ന് സുരനെ വിളിക്കടാ. കാരണം നീ കാരണമാണ് അവന് ഈ ആപത്തുണ്ടായിരിക്കുന്നേ. ഇത് കേട്ടാൻ ജീവിക്കൊന്നും മനസ്സിലായില്ല. നീ മണിമാളിയിലേക്ക് പോയതിന് ശേഷം അവന് വല്ലാത്ത സങ്കടത്തിലായിരുന്നു. അങ്ങനെ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങോട്ട് വന്നത്. അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഈ ആപത്ത് സംഭവിച്ചേ. നിനക്കുള്ള ഫുഡൊക്കെ ആയിട്ട് അവൻ മണിമാളിയിലേക്ക് വന്നതാ. ഈ സമയം സതി പറഞ്ഞു, അതേടാ മോനെ ജീവ, നിന്നെ രക്ഷിക്കാൻ വേണ്ടി അവൻ വന്നേ. പക്ഷെ അവിടെ വെച്ച് അവൻ അപകടം ഉണ്ടായി. അവന് പിന്നെ ഒരു ഓർമ്മ പോലും ഇല്ലായിരുന്നു. അവൻ ഇവിടെ വന്ന് ഈ കിടപ്പ് കിടന്ന പിന്നെ അവൻ എഴുന്നേറ്റിട്ടില്ല. ആ ഗിരിദേവൻ ഉണ്ടല്ലോ, ഗിരിദേവൻ പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല, നീ വന്ന് വിളിക്കുവാണെങ്കിൽ ഇവൻ കണ്ണു തുറക്കുമെന്ന് പറഞ്ഞ് നീ ഒന്ന് വിളിക്കാൻ പറയാണ്. ഇത് കേട്ടതും ജീവ പെട്ടെന്ന് സുരനെ വിളിക്കുകയാണ്. കരഞ്ഞോണ്ടാ വിളിക്കണത്. പക്ഷേങ്കിൽ സുര ആദ്യം ഒന്നും നോക്കിയില്ല. പിന്നീട് വീണ്ടും സുര, കണ്ണു തുറക്കടാ, നീ കണ്ണു തുറക്കടാ, നിന്റെ ജീവയാടാ വിളിക്കുന്നത്, നിന്റെ ജീവ വന്നെന്നും പറഞ്ഞുകൊണ്ട് ആ കയ്യിലേക്ക് പിടിക്കുവാണ്. ആ കയ്യിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കൈ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ജീവ വിളിക്കുക, കണ്ണു തുറക്കടാ എന്നും പറഞ്ഞുകൊണ്ട്. കാരണം കൂട്ടുകാരന്റെ സ്നേഹത്തിന്റെ ശക്തിയാണത്. കാരണം അവര് തമ്മിൽ അത്ര അടുപ്പത്തിലായിരുന്നു. അച്ഛനോടും അമ്മയോടും പറയാത്ത വിഷമങ്ങളും വേദനകളും വരെ ജീവ പോയി പറഞ്ഞുകൊണ്ടിരുന്ന സുരയോടായിരുന്നു. അപ്പൊ ആ സുരയ്ക്ക് ഒരു ആപത്ത് സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവയ്ക്കും സഹിക്കാൻ കഴിയായിരുന്ന കാര്യമായിരുന്നില്ലത്. പിന്നീട് ജീവ കുറെ തവണ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുര പതുക്കെ ഇങ്ങനെ, സുരയുടെ കൈ ഇങ്ങനെയൊക്കെ നനങ്ങി വരുവാണ്. കണ്ണുകളൊക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് തുറന്നടയുവാണ്. ഇത് കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായി. സതി പറഞ്ഞു, മോനെ നീ ഒന്നുകൂടെ വിളിക്കാൻ പറയാണ്. അങ്ങനെ വീണ്ടും ജീവ വിളിക്കുവാണ്. അങ്ങനെ ജീവ വിളിച്ചു കഴിഞ്ഞപ്പോ സുര പെട്ടെന്ന് ഇങ്ങനെ കണ്ണിങ്ങനെ പതുക്കെ തുറക്കുവാണ്. അങ്ങനെ തുറന്ന് ഇങ്ങനെ ചുറ്റും നോക്കും. ഇങ്ങനെ എല്ലാം ഒന്ന് ചുറ്റും നോക്കി. പിന്നീട് ജീവ വെച്ചു, എടാ ഇത് ഞാനാന്ന് പറയണ. അങ്ങനെ ജീവനെ കണ്ട് സുരയ്ക്ക് വല്ലാത്ത സങ്കടമായി. സുര പറഞ്ഞു, ജീവ നീയ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പോയി ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് ഇങ്ങനെ സുരനെ. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു സതിക്കും ലീലയ്ക്കൊക്കെ ഉണ്ടായത്. ഈ സമയം ലീല പറഞ്ഞു, എൻ്റെ മോനെ ഞാനും ദേഹം കൂടെ കൂട്ട് എൻ്റെ മോനെ ഇമാതിരി ഇങ്ങനെ ഈ ഒരു ആപത്തിലേക്ക് തള്ളിയിട്ടത്. ഈ സമയം ജീവയുടെ അച്ഛൻ പറഞ്ഞു, ഇനി എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ഒരു കാരണവശാലും ഞാനിനി ഒരിക്കലും ഇവനോട് ഇങ്ങനെ പറയില്ല. അത് മാത്രമല്ല, ഞാനും ലീലയും വീട്ടിൽ കിടന്ന് അലുമ്പോ വഴക്കോ ഒന്നും ഉണ്ടാക്കത്തില്ല. കാരണം ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് ചോദിക്കുക. ഈ സമയം സതി പറഞ്ഞു, ശരിയാ, നിങ്ങൾ വീട്ടിൽ കിടന്ന് അലമ്പുണ്ടായി കഴിയുമ്പം അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്ന ആള് ജീവനെയായിരുന്നു. അങ്ങനെയാണ് ജീവ ഈ അവസ്ഥയിൽ എത്തിയത്. ഇനിയെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കാൻ പറയാണ്. പിന്നീട് സുരേൻ ജീവൻ കുറെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഭയങ്കര സന്തോഷമായി. അതിനുശേഷമാണ് ജീവനെയും കൂട്ടിയിട്ട് അവർ വീട്ടിലേക്ക് മടങ്ങണേ. ഈ സമയം ഉണ്ണിമോളുടെ കൺമുന്നിൽ ഗിരിദേവൻ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മണിമാളിയിൽ ആരാ ഉണ്ടായിരുന്നതും ഉണ്ണിമോൾ എങ്ങനെ അതിനകത്ത് അകപ്പെട്ടെന്നും ഉള്ളതില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് എന്തെന്നില്ലാത്തൊരിതായിരുന്നു. കാരണം താന് ഇങ്ങനെ അവസ്ഥയെ കൂടെ കടന്നു പോയോന്ന് പോലും ഉണ്ണിമോൾക്ക് ചിന്തിക്കാൻ കഴിയായിരുന്നില്ല. ഈ സമയം ദേവകിയമ്മ അങ്ങോട്ട് വന്നു. അപ്പൊ ദേവകിയമ്മയുടെ ഉണ്ണിമോൾ പറഞ്ഞു, മുത്തശ്ശി, അതെ, ഈ ഗിരിദേവൻ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയണം. ദേവികാൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. ഇനിയിപ്പൊ ഉണ്ണിമോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയണം. അന്ന് നമുക്ക് പോയാലോ എന്ന് ചോദിക്കണം. അതെ, പോകാന്ന് പറയണം. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അല്ല മുത്തശ്ശി, എങ്ങനെ പോകാനാന്ന് ചോദിക്കണം. ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ പൊക്കോളാം. വല്ല വണ്ടിയും കിട്ടുവാണെങ്കിൽ ഞങ്ങൾ വണ്ടിക്ക് പൊക്കോളാം. പക്ഷെങ്കിൽ വണ്ടിക്ക് പോകാനായിട്ടുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോണമെന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യാം, അതിനുള്ള വഴിയൊക്കെ നമുക്ക് ഉണ്ടാക്കാന്ന് പറയണം. വഴിയൊക്കെ ഉണ്ടാക്കാന്ന് എങ്ങനെ? അതൊക്കെ ഉണ്ട്. മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കുക. ഒരു കാര്യം ചെയ്യാം, ഉണ്ണിമോളെയും കൂടി കൂട്ടി അവിടെ പോയിരിക്കുക. ഞങ്ങളിപ്പം വരാമെന്ന് പറഞ്ഞ് ഗിരിദേവനും ബാവരും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മുത്തശ്ശിയുടെ അടുത്ത് ഉണ്ണിമോൾ ഇരിക്കുക. അപ്പൊ ഉണ്ണിമോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നീട് കാണിക്കുന്ന അനു. മുമ്പ് നമ്മൾ അനുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അനുവിന്റെ കല്യാണത്തിന്റെ പൈസയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ ചെന്നാണ് ആ പൈസയൊക്കെ മോഷ്ടിച്ച ആളുടെ നിന്ന് അതങ്ങനെ തിരികെ കൊടുക്കുന്നതൊക്കെ. അങ്ങനെ അനുവിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അനു നടന്നു പോണ സമയത്ത് അനുവിന്റെ കയ്യിലേക്ക് ഒരുത്തം വന്ന് കയറി പിടിക്കുന്നുണ്ട്. അതിപ്പോ ആരാന്ന് മുഖമൊന്നും വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അനു തന്റെ വിഷമങ്ങളും വേദനകളും എല്ലാം തന്റെ അച്ഛനോടും ഒന്ന് പറയുവാണ്. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു.
കുറെ നാളായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ വിഷമങ്ങളും വേദനകളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അനുവിന്റെ അച്ഛന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഒരു പക്ഷേങ്കിൽ ഇനി കയ്യെ കയറി പിടിച്ച അൻരാജാണെന്നും പറയാൻ പറ്റില്ല. ഇനി കല്യാണം കഴിഞ്ഞ് ഇന്ന് വീട്ടില് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്നും അതും അറിയാൻ പാടില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കൂടെ നാളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഒരു പക്ഷേങ്കിൽ മണിമാളിയുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ണിമാളെ കുറിച്ചുള്ള അടുത്ത കഥകളൊക്കെയാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഉണ്ണിമോളും മുത്തശ്ശിയും കൂടെ അവിടെ ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കണ സമയത്താണ് അങ്ങോട്ടൊരു വണ്ടി വന്നു നിന്നേ. പെട്ടെന്ന് ഉണ്ണിമോൾ എന്ത് ചെയ്യണം, ഇതേ മുത്തശ്ശി ഒരു വണ്ടി നമുക്കൊന്ന് കൈ കാണിച്ചാലോ എന്ന് ചോദിക്കുക. ഈ സമയം മുത്തശ്ശി നീ വേണ്ട, ഗിരിദേവനൊക്കെ വന്നിട്ട് പോരേന്ന് ചോദിക്കുകയാണ്. പക്ഷെ എന്നാലും മുത്തശ്ശി നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമല്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ണിമോളും മുത്തശ്ശിയും കൂടെ പതുക്കെ അങ്ങോട്ട് എഴുന്നേറ്റു. പക്ഷേങ്കിൽ ആ വണ്ടി വന്ന് അവിടെ അങ്ങോട്ട് നിർത്തി. അവിടെ നിർത്തിയിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങി. അതിനകത്ത് നിന്ന് ഒരാളും കൂടെ ഇറങ്ങി വരുവാണ്. അയാൾ വന്നിട്ട് ഉണ്ണിമോളെ കയ്യെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് വാടിയെന്ന് പറയാണ്. പക്ഷെ ഉണ്ണിമോള് കൈ കുതിരിക്കാൻ നോക്കി. മുത്തശ്ശി എന്താ നിങ്ങൾ കാണിക്കണേ, എന്റെ മോളെ വിടാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ അവര് കൂട്ടാക്കിയില്ല. അയാൾ എന്ത് ചെയ്യുവാണ്, അയാൾ ഉണ്ണിമോളെ ബലമായിട്ട് പിടിച്ച് ആ വണ്ടിക്കകത്തേക്ക് കയറ്റുക. വണ്ടിക്കകത്തേക്ക് കയറ്റി അങ്ങ് ഇട്ടു. എന്നിട്ട് ഉണ്ണിമോളെയും കൊണ്ട് അങ്ങ് പോവാ. ഈ സമയം മുത്തശ്ശി അവിടെ കിടന്ന് അലറി വിളിക്കുക, ഉണ്ണിമോളെ ആരും ഓടി പറഞ്ഞേ, രക്ഷിക്കണേ, എന്റെ മോളെ പിടിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞുകൊണ്ട്. മുത്തശ്ശിക്ക് ആ വണ്ടിയുടെ പുറകെ ഒന്നും ഓടാനൊന്നും പറ്റില്ല. കാരണം അത്ര പ്രായമായതല്ലേ. ആ പരിസരത്തെങ്ങും ആരെയും കണ്ടില്ല. ദേവയമ്മക്ക് വല്ലാത്ത വെപ്രാളമായിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ ദേവയമ്മക്ക് അറിഞ്ഞോണ്ട് അങ്ങോട്ട് മുമ്പോട്ട് നടക്കുമ്പോഴാണ് ഗിരിദേവനും അവരും കൂടെ വരുന്നത്. ഗിരിദേവ കണ്ട ഉടനെ ദേവയ്യം പറഞ്ഞു, അതേ ഗിരിദേവ, ഉണ്ണിമോൾ ആരോ പിടിച്ചോണ്ട് പോയെന്ന് പറയാണ്. പെട്ടെന്ന് ഗിരിദേവൻ പിടിച്ചോണ്ട് പോയ ആരാന്നൊന്നും അറിയത്തില്ല. ഒരു വണ്ടിയിൽ 1-2 പേരുണ്ടായിരുന്നു. അതിലൊരാൾ വന്നിട്ട് ഉണ്ണിമോളെ ബലമായിട്ട് വണ്ടിയെ കയറ്റി കൊണ്ടുപോയെന്ന് പറയാം. എന്റെ ഉണ്ണിമോളെ എങ്ങനെയാലും രക്ഷിക്കണം ഗിരിദേവ, എങ്ങനെയാലും രക്ഷിച്ചാല്, അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, അതെ മുത്തശ്ശി വിഷമിക്കേണ്ട, ഉണ്ണിമോൾക്ക് ഒരു ആപത്ത് സംഭവിക്കില്ലെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെയെങ്കിൽ അറിയാലോ എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണം ഇവിടം വരെ പ്രശ്നങ്ങൾ തരണം ചെയ്ത ഇവിടം വരെ എത്തി നിൽക്കുന്നേ. ഉണ്ണിമോളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്ന കരുതിയിരുന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. എന്റെ അയ്യപ്പസ്വാമി, നീയാണ് എന്റെ ബലം, നീ കാത്തോണേ, ഉണ്ണിമോൾക്ക് ഒരു ആപത്തും വരാതെ ഉണ്ണിമോളെ തിരികെ തന്നോണേന്ന് പറയാം. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോൾക്ക് ഒരു ആപത്തും വരില്ലെന്ന് മുത്തശ്ശിക്ക് അറിയാൻ പാടില്ലേ. കാരണം ഉണ്ണിമോളുടെ കൂടെ എപ്പോഴും അയ്യപ്പസ്വാമി ഉണ്ട്. ഏത് ആപത്ത് വന്നാലും ഉണ്ണിമോളെ അതിൽ നിന്നെല്ലാം രക്ഷിക്കും. അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ ഉള്ളതല്ലേ. അത് മുത്തശ്ശിക്ക് അറിയാവുന്ന കാര്യമല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എന്നിട്ട് തന്നെയാണെങ്കിലും ഉണ്ണിമോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ? ഇല്ലല്ലോ. മണിമാളികയിൽ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ മുത്തശ്ശി ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പൊ അതിനർത്ഥം എന്താ, ഉണ്ണിമോള് ദൈവകടാക്ഷമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ഉണ്ണിമോളെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി ആ കാര്യം ഓർത്തിട്ട് മുത്തശ്ശി വിഷമിക്കണ്ടെന്ന് പറയാം. എന്നാലും എനിക്ക് എന്റെ ഉണ്ണിമോളെ വേണം, എത്രയും പെട്ടെന്ന് വേണം ഗിരിദേവ. ആരാ എന്താണെന്നൊന്നും അറിയത്തില്ല ഉണ്ണിമോളെ കൊണ്ടുപോയത്. എവിടെയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്നെ അവളെ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ പറയാം. ഈ സമയം ഗിരിദേവനും ബാബനും പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മുത്തശ്ശി വാ, നമുക്ക് ഉണ്ണിമോളെ നോക്കാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ദേവയമ്മയുടെ ഒരേ ഒരു പ്രാർത്ഥന, എന്റെ ഉണ്ണിമോൾക്ക് ഒരു ആപത്തും വരത്തില്ല അയ്യപ്പസ്വാമി, കാത്തോണെന്ന് പ്രാർത്ഥിച്ചിട്ട് അവരോടൊപ്പം കൂടെ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം അനുവിന് എന്ത് സംഭവിച്ചു, അനുവിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇനി ഉണ്ണിമോളെ ആരാ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.